ശബരിമലയിലേക്ക് രഹന ഫാത്തിമ എന്ന യുവതിയെ ആനയിച്ചു കൊണ്ടുപോയത് മനോജ് എബ്രഹാം അല്ല. അദ്ദേഹത്തിന് അതിനകത്ത് നേരിട്ട് ബന്ധമില്ല. എന്നാൽ അദ്ദേഹത്തെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് വാർത്തകൾ സൃഷ്ടിച്ച് അദ്ദേഹത്തെ ഒരു ഹിന്ദു വിരുദ്ധനായി ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനോജ് എബ്രഹാമിനെതിരെ സംഘടിത ഗൂഢാലോചന ഉണ്ടോ? കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി തിരഞ്ഞെടുക്കപ്പെടുവാനുള്ളവരുടെ പട്ടികയിൽ നിന്ന് മനോജ് എബ്രഹാമിനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിൻ്റെ പുറകിൽ ഇങ്ങനെയൊരു സംഘടിത ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. പറവൂർ സ്വദേശിയായ MR അജയനാണ് മനോജ് എബ്രഹാമിനെതിരെ പരാതി നൽകിയത്. ഈ പരാതി നിലനിൽക്കുന്നതാണോ എന്ന് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. ഹൈക്കോടതിയിൽ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് N നഗരേഷ് പ്രധാനമായും 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഒന്ന്, ഇതൊരു സർവീസ് വിഷയമായതിനാൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെയാണ് ഈ പരാതിയുമായി സമീപിക്കേണ്ടത്. 2, ഈ ഹർജിക്ക് ഒരു പൊതു താൽപര്യ ഹർജിയുടെ സ്വഭാവമാണുള്ളത്. പരാതിക്കാരൻ എന്താണ് ഇതിലുണ്ടായിരിക്കുന്ന പൊതു താൽപര്യമെന്നും കോടതി ചോദിക്കുന്നു. എന്തായാലും കോടതി ഈ പരാതി ജൂൺ 11 പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. മനോജ് എബ്രഹാമിനെതിരെയുള്ള ഹർജിയിൽ പ്രധാനമായും 3 വിഷയങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാന ആരോപണം അദ്ദേഹം പെന്തക്കോസ്തു വിശ്വാസിയാണ് എന്നുള്ളതാണ്. അയൽവാസികൾക്ക് ശല്യമാകും വിധം അദ്ദേഹം പ്രാർത്ഥനകൾ നടത്തുന്നു. അതുപോലെ തന്നെ പെന്തക്കോസ്തു സഭയുമായി ബന്ധപ്പെട്ട മിഷണറി ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം വിദേശയാത്ര നടത്തുന്നു എന്നൊക്കെയാണ് ഈ പരാതിയിലുള്ളത്. രണ്ടാമതായി അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ആരോപണം അദ്ദേഹം ഹിന്ദു മതത്തിന് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹിന്ദു വികാരം വ്രണപ്പെടുത്തത്തക്ക നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചുവെന്നാണ് ആരോപണം. മൂന്നാമത്തെ ആരോപണം എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും പറയാറുള്ളത് പോലെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായ എസ് ദർവേഷ് സാഹിബ് ഈ മാസം 30 വിരമിക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് എത്താനായി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ കടുത്ത കിടമത്സരം നടക്കുന്നുണ്ടെന്നും അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ മനോജ് എബ്രഹാമിനെതിരെയുള്ള പരാതി എന്നുമാണ് മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IPS ഉദ്യോഗസ്ഥന്മാരായ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, MR അജിത് കുമാർ എന്നിവരാണ് സംസ്ഥാന സർക്കാർ DGP സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതിനായി സമർപ്പിച്ചിരിക്കുന്ന പട്ടികയിൽ പേരുകളുള്ള ഉദ്യോഗസ്ഥന്മാർ. ഇവരിൽ നിന്ന് 3 പേരുടെ അന്തിമ പട്ടിക തയ്യാറാക്കി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് കൈമാറും. ഏകദേശം ഈ മാസം 20-ാം തീയതിയോടുകൂടെ ഈ ലിസ്റ്റ് നൽകപ്പെടുമെന്നാണ് കരുതുന്നത്. അങ്ങനെ ലഭിക്കുന്ന ആ ലിസ്റ്റിൽ നിന്നായിരിക്കും പുതിയ പോലീസ് മേധാവിയെ കേരള സർക്കാർ നിയമിക്കുക. അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് പട്ടികയിലുള്ള മനോജ് എബ്രഹാമിനെതിരെ പരാതി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ MR അജിത് കുമാർ ഒഴിച്ച് മറ്റെല്ലാവർക്കുമെതിരെ UPSCക്ക് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പട്ടികയിലുള്ളവരുടെ ട്രാക്ക് റെക്കോർഡുകൾ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്ന സമയത്താണ് ഇത്തരം പരാതി പ്രവാഹങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതോടനുബന്ധിച്ചാണ് ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡുള്ള, വലിയ വിവാദങ്ങളിലൊന്നും ഉൾപ്പെടാത്ത, പോലീസ് സേന തലപ്പത്തെത്തുവാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മനോജ് എബ്രഹാമിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി വന്നത്. IG മനോജ് എബ്രഹാമിനെതിരെയുള്ള ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ, പരാതിക്ക് പിന്നിൽ സംഘടിതമായ ഗൂഢാലോചനകൾ ഉണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ശബരിമല യുവതീ പ്രവേശന വിവാദത്തിലേക്ക് മനോജ് എബ്രഹാമിനെ ബോധപൂർവം വലിച്ചിഴച്ചതാണെന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തെ ഒരു ഹിന്ദു വിരുദ്ധനായി ചിത്രീകരിക്കുവാനുള്ള ശ്രമം കുറച്ചു കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് രഹന ഫാത്തിമ എന്ന യുവതിയുടെ ശബരിമല പ്രവേശനം, അവരെ പോലീസ് അകമ്പടിയോടുകൂടെ പോലീസിൻ്റെ ഹെൽമറ്റൊക്കെ ഇടിപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ എത്തിച്ചുവെന്നുള്ള ആ പ്രശ്നം, അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളിൽ ഇടപെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഇടപെടലാണ് ഇപ്പോൾ മനോജ് എബ്രഹാമിനെതിരെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങളുടെ പിറകിലെന്നാണ് കരുതപ്പെടുന്നത്. ശബരിമലയിലേക്ക് രഹന ഫാത്തിമ എന്ന യുവതിയെ ആനയിച്ചു കൊണ്ടുപോയത് മനോജ് എബ്രഹാം അല്ല. അദ്ദേഹത്തിന് അതിനകത്ത് നേരിട്ട് ബന്ധമില്ല.
എന്നാൽ അദ്ദേഹത്തെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് വാർത്തകൾ സൃഷ്ടിച്ച് അദ്ദേഹത്തെ ഒരു ഹിന്ദു വിരുദ്ധനായി ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമീപകാലത്ത് ഒരു സംഘപരിവാർ മാധ്യമം രഹ്ന ഫാത്തിമയുടെ വെളിപ്പെടുത്തൽ എന്ന പേരിൽ അവരുടെ ഒരു ഇൻ്റർവ്യൂ പുറത്തുവിട്ടിരുന്നു. അത് മാധ്യമപ്രവർത്തകനായ സഹിൻ ആൻ്റണി രഹ്നയുമായി നടത്തിയ സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ IG ശ്രീജിത്ത് നൽകിയ സഹായങ്ങളും അവർ തമ്മിൽ മുൻപുണ്ടായിരുന്ന പരിചയവും ഒക്കെ അവർ വെളിപ്പെടുത്തുന്നുണ്ട്. മനോജ് എബ്രഹാമിനെ അറിയിച്ചു എന്നൊരു ഒറ്റ വാക്ക് മാത്രമാണ് അതിനകത്തുള്ളത്. അത് മനഃപൂർവ്വം എടുത്ത് എഡിറ്റ് ചെയ്ത് മനോജ് എബ്രഹാമിനെതിരെ ഒരു പുതിയ നറേഷൻ സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം ഈ വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. മനോജ് എബ്രഹാമിനെതിരെ ഹൈക്കോടതിയിൽ ഒരു പരാതി വന്നിരിക്കുന്നെന്നും ആ പരാതിയിൽ അദ്ദേഹം പെന്തക്കോസ്ത് വിശ്വാസി ആയതുകൊണ്ട് അദ്ദേഹത്തെ ഈ ലിസ്റ്റിൽ പരിഗണിക്കരുത് എന്നാണ് കാണിച്ചിരിക്കുന്നതും എന്നും ഞാൻ വെളിപ്പെടുത്തിയിരുന്നു. ആ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളിൽ ഹൈന്ദവ വിശ്വാസികളായിരിക്കാം ഒരുപക്ഷെ കുറേയധികം കമൻറ്റുകളിൽ കാണുന്ന ഒരു കാര്യം, അദ്ദേഹം ഹിന്ദു വിരുദ്ധനാണ് എന്നുള്ള നിലയിലുള്ള ചില കമൻറ്റുകൾ കാണുവാനിടയായി തീർന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മനോജ് എബ്രഹാമിനെ ഒരു ഹൈന്ദവ വിരുദ്ധനായി ചിത്രീകരിക്കുവാനുള്ള ഒരു ശ്രമം ഏകദേശം വിജയിച്ചിട്ടുണ്ട്. ആളുകൾ പലരും അങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ രഹ്ന ഫാത്തിമ പറഞ്ഞ കാര്യങ്ങളിൽ കളക്ടറോട് സംസാരിച്ചിരുന്നതായും പമ്പയിലെത്തിയാൽ സംരക്ഷണം നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതായും ഒക്കെ രഹ്ന വെളിപ്പെടുത്തുന്നുണ്ട്. രാത്രി 12:30 താൻ പമ്പയിൽ പോലീസ് സ്റ്റേഷനിലെത്തിയത്. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സുരക്ഷിതമായി സന്നിധാനത്ത് എത്തിക്കാമെന്ന് ഒരു ആത്മവിശ്വാസം ശ്രീജിത്ത് സാർ നൽകി എന്നുമൊക്കെ അവർ പറയുന്നുണ്ട്. എന്ത് പ്രശ്നമുണ്ടായാലും പോലീസിൻ്റെ ബൗണ്ടറി വിട്ട് പോകരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്ന എന്നുവരെ ഈ ഇൻ്റർവ്യൂവിൽ അവർ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതിലൊന്നും തന്നെ മനോജ് എബ്രഹാമിനെ കുറിച്ച് കാര്യമായ പരാമർശങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. എന്നാൽ ഈ ശബരിമല യുവതീ പ്രവേശനവുമായുണ്ടായ വിവാദങ്ങളിലേക്ക് മനോജ് എബ്രഹാമിൻ്റെ പേര് ബോധപൂർവം വലിച്ചിഴച്ച് അദ്ദേഹത്തിന് ലഭിക്കുവാൻ സാധ്യതയുള്ള ഉന്നത പദവിയിൽ എത്തുന്നതിനെ തടയുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടുകൂടെ ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, നല്ല ട്രാക്ക് റെക്കോർഡുള്ള, ഏറ്റവും ഉന്നതമായ നിലയിൽ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒരു വിവാദ നായകനാക്കി നിർത്തുവാനും അദ്ദേഹത്തിനെതിരെ ഒരു പുതിയ നറേറ്റീവ് സൃഷ്ടിക്കുവാനുമുള്ള ശ്രമം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. ഏതായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ 11-ാം തീയതി വിധി പറയും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഹാലലിയ പബ്ലിക്കേഷൻ്റെ 3 പുസ്തകങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ 3 പുസ്തകങ്ങളും ഞാൻ തന്നെ എഴുതിയിട്ടുള്ളതാണ്. ആദ്യത്തേത് IPCയുടെ ചരിത്രമാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ സീനിയർ ആയിരുന്ന ഒരു ദൈവദാസൻ പാസ്റ്റർ VT തോമസിൻ്റെ ജീവിതാനുഭവങ്ങളോട് ചേർത്ത് സമ്പൂർണ്ണമായും IPCയുടെ ചരിത്രം സത്യസന്ധമായി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണിത്. 200 രൂപയാണ് ഇതിൻ്റെ വില. അടുത്തതും ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ്. ഇത് വെസ്റ്റ് ബംഗാളിൽ 40-ലധികം വർഷങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഒരനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ മാമൻ ജോസഫിൻ്റെ ജീവിതാനുഭവങ്ങളാണ്. ഇതിൻ്റെ പേര് ഡാർജിലിംഗ് താഴ്വരയിലെ സുവിശേഷ വിപ്ലവം എന്നാണ്. സമഗ്രമായി ഇന്ത്യൻ മിഷനെക്കുറിച്ച് ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു ജീവചരിത്ര ഗ്രന്ഥം. ഇതിൻ്റെ വില 300 രൂപയാണ്. മറ്റൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന പേരിൽ ഞാൻ എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. 150 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. ഈ 3 പുസ്തകങ്ങൾക്കും കൂടെ 650 രൂപ വില. എന്നാൽ ഇപ്പോൾ 400 രൂപയ്ക്ക് ഈ 3 പുസ്തകങ്ങൾ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. താല്പര്യമുള്ളവർ നിങ്ങളുടെ വിലാസം വാട്സപ്പ് ചെയ്യുക, ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കുക.